ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ ഏറ്റവും വലിയ ലാഭം നേടിയെടുത്ത ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണല്ലോ ലാലേട്ടന്റെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നീര. ഒരു ക്വാർട്ടർ റൂം ഇമോഷണൽ ഡ്രാമ സിനിമയ്ക്ക് ലഭ്യമാക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കളക്ഷൻ നേടിയെടുത്ത നീര് എന്ന സിനിമ ഇപ്പോഴത്തെ 4ാമത്തെ ആഴ്ചയും തിയേറ്ററുകളിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇന്നും സിനിമ ഓടുന്ന തിയേറ്ററുകളിലെ മികച്ച ബുക്കിങ്ങോടെ അതോടൊപ്പം തന്നെ ഫാസ്റ്റ് ഫിലിംഗ് ഷോസോടെ തിയേറ്ററുകളിലെ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അതും കേരളത്തിൽ മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിലടക്കം സിനിമയ്ക്ക് മികച്ചൊരു ബുക്കിംഗ് ആണ് എന്ന് പ്രത്യേകം എടുത്ത് പറയട്ടെ. 4ാമത്തെ ശനിയാഴ്ചയും തിയേറ്ററുകളിൽ ഓടുന്ന നീര് എന്ന സിനിമയുടെ കൃത്യമായി കേരള വേൾഡ് വൈഡ് കളക്ഷൻ ഇനിയും കൃത്യമായിട്ട് പുറത്തു വന്നിട്ടില്ല. ഒരു പക്ഷേ ഇന്നോ നാളെയോ അതല്ലെങ്കിൽ തിങ്കളാഴ്ചയോടെയോ കൃത്യമായ ഒരു പക്ഷേ ഫൈനൽ കളക്ഷൻ എന്നൊക്കെ പറയാവുന്ന കളക്ഷൻ എല്ലാം തന്നെ പുറത്തു വരുന്നതാണ്. അത് അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. നിലവിൽ വെള്ളിയാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം 46 കോടി കേരള കളക്ഷനും വേൾഡ് വൈഡ് 83-84 കോടി കളക്ഷനും എല്ലാം തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. അത് കൃത്യമായിട്ട് അറിയാനായിട്ടും നമുക്ക് കാത്തിരിക്കാം. വെറുമൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് നേരിലൂടെ നാം കണ്ടതെങ്കിൽ വലിയൊരു തൃശ്ശൂർ പൂരത്തിനായിട്ടാണല്ലോ മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്. വരുന്ന ജനുവരി 25-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന ലിജോയുടെ ലാലേട്ടൻ നായകനെ എത്തുന്ന മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വെറും 10ലധികം ദിവസങ്ങൾ മാത്രം ബാക്കി. ഇന്നലെ വൈകിട്ടോടെ പുറത്തു വന്ന സിനിമയിലെ 3ാമത്തെ സിംഗിളായ മതപരം മിഴിയോരം എന്ന വരികളാൽ തുടങ്ങുന്ന ഗാനത്തിന് മികച്ച അഭിപ്രായങ്ങൾ, ഡീസന്റ് അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് ലഭ്യമായത്. പതിവ് പോലെ പോസ്റ്ററുകൾ കൊണ്ട് ഞെട്ടിക്കുമ്പോൾ വീഡിയോ കണ്ടന്റുകൾ കൊണ്ട് അല്പം ഹൈപ്പ് താഴേക്ക് പോകുന്നൊരു കാഴ്ച നാം കാണുന്നുണ്ട്. പക്ഷേ പോസ്റ്ററുകൾ കൊണ്ടും ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ പ്രൊമോഷണൽ അപ്ഡേറ്റുകൾ കൊണ്ടും സിനിമ വേറെ ലെവൽ ഹൈപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോളിവുഡിലെ തികച്ചും വ്യത്യസ്ത പ്രൊമോഷൻ രീതികളോടെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന പാൻ ഇന്ത്യൻ സിനിമ കൂടിയായിട്ട് മലൈക്കോട്ടെ വാലിബൻ മാറുകയാണ്. കഴിഞ്ഞ ദിവസം വാലിബന്റെ പേരിൽ ഒരു കോമിക്സ് ആണ് പുറത്തിറക്കിയതെങ്കിൽ ഇന്ന് വാലിബന്റെ പേരിൽ ഒരു വീഡിയോ പുതുതായിട്ട് വന്നിരിക്കുന്നത് വാലിബൻ ചലഞ്ച് എന്ന പേരിലാണ്. വൈകിട്ടോടെ പുറത്തു വന്ന ഈ കാണുന്ന ലുക്കിലുള്ള ആ വീഡിയോയ്ക്കും അതോടൊപ്പം തന്നെ അതിന്റെ ഒരു എഡിറ്റിംഗ് സ്റ്റൈലിനെല്ലാം തന്നെ മികച്ച അഭിപ്രായങ്ങളാണ് നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇൻസ്റ്റയിലും മറ്റും അത് ട്രെൻഡിംഗ് ആയിട്ട് തരംഗമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. വാലിബന്റെ ഓഫ്ലൈൻ പ്രൊമോഷനുകൾക്കും മറ്റു പരിപാടികൾക്കെല്ലാം തന്നെ വരുന്ന ജനുവരി 18ഓടെയാണ് തുടക്കം കുറിക്കുക. അന്നേ ദിവസം സിനിമയുടെ ഓഡിയോ ലോഞ്ച്, ട്രെയിലർ ലോഞ്ച്, അതോടൊപ്പം തന്നെ സിനിമയുടെ മറ്റ് അപ്ഡേറ്റുകളെല്ലാം തന്നെ പുറത്തു വരും. ഇനി മലൈക്കോട്ടെ വാലിബന്റെ റിലീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ തന്നെ റെക്കോർഡ് റിലീസായിരിക്കും സിനിമയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ എന്നത് ഇപ്പോഴത് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. UK-യിൽ ഇതിനോടകം തന്നെ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ട സിനിമയുടെ മുഴുനീള ഓവർസീസ് രാജ്യങ്ങളിലെ ബുക്കിംഗ് വരുന്ന ആഴ്ചയോടെ തുടങ്ങുമെന്നും വിവരങ്ങളിലുണ്ട്. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മരിക്കാർ എന്ന സിനിമ ആദ്യ ദിവസം നേടിയെടുത്ത വേൾഡ് വൈഡ് FT കളക്ഷൻ, ഓവർസീസ് FT റെക്കോർഡ് കളക്ഷൻ എല്ലാം തന്നെ മലൈക്കോട്ടെ വാലിബൻ തിരുത്തി കുറിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അടുത്ത ഒരാഴ്ച കൂടി കഴിയുമ്പോൾ സിനിമയുടെ ട്രെൻഡ് എല്ലാം തന്നെ ഏത് ലെവലിലേക്കാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് കഴിയും. കാത്തിരിക്കൂ. വിദേശ രാജ്യത്തെ ബുക്കിംഗ് തുടങ്ങുകയാണെങ്കിൽ അവിടുത്തെ പ്രീ സെയിൽ കളക്ഷൻ എല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ അറിയാനായിട്ട്